നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പരിഹാരങ്ങളിൽ വ്യാഴത്തിൻ്റെ പരിഹാരമാണ്. സർവീശ്വരകാരകത്വമുള്ള വ്യാഴത്തിൻ്റെ പരിഹാരമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. വ്യാഴം ജ്യോതിഷത്തിൽ എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ജ്ഞാനകാരകനാണ്, സർവീശ്വരൻ്റെയും കാരകനാണ്, നേച്ചർ സപ്പോർട്ടിൻ്റെ കാരകനാണ്, സന്താനകാരകനാണ്, ധനത്തിൻ്റെ കാരകനാണ്, ഈശ്വരാധീനത്തിൻ്റെ കാരകനാണ്, കോമൺ സെൻസിൻ്റെ കാരകനാണ്, അഞ്ചിന്ദ്രിയങ്ങളെയും ഒരേപോലെ ഏകാഗ്രത്തിലേക്ക് കൊണ്ടുവരുന്ന ഏകാഗ്രതയുടെ കാരകനാണ്, ശരിയായ ആരാധനാലയങ്ങളുടെ കാരകനാണ്, ഗുരുക്കന്മാരുടെ കാരകനാണ്, മെൻറ്റേഴ്സിൻ്റെ കാരകനാണ്, അതേപോലെ തന്നെ അധ്യാപനത്തിൻ്റെ ശരിയായ രീതിയിൽ മനസ്സറിഞ്ഞ് പഠിപ്പിക്കുന്ന അധ്യാപനത്തിൻ്റെ കാരകനാണ്, ഗുരുത്വത്തിൻ്റെ കാരകനാണ്, ഭാഗ്യത്തിൻ്റെ കാരകനാണ്, വ്രതാനുഷ്ഠാനങ്ങളുടെ കാരകനാണ്, മഹാവിഷ്ണുവിൻ്റെ കാരകനാണ്, വിഷ്ണു ഭക്തിയുടെ കാരകനാണ്, ഭാഗവതം തുടങ്ങിയിട്ടുള്ള ഭക്തി ഗ്രന്ഥങ്ങളുടെ കാരകനാണ്, പുഷ്യരാഗം പോലുള്ള രത്നത്തിൻ്റെ കാരകനാണ്, ഗുരുഭക്തിയുടെ കാരകനാണ്, ഗുരുപദേശത്തിൻ്റെ കാരകനാണ്, ആചാരാനുഷ്ഠാനങ്ങളുടെ കാരകനാണ്, പണ ഇടപാടുകളുടെ കാരകനാണ്, വലിയ വലിയ പണമിടപാടുകളുടെ കാരകനാണ്. അതേപോലെ തന്നെ നമ്മളുടെയൊക്കെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ കാരകനാണ്, നമ്മുടെ ശരീരത്തിലെ കവപ്രകൃതി, ബ്രാഹ്മണിക്കൽ നേച്ചർ, നമ്മുടെ ഉള്ളിലെ ബ്രഹ്മത്തെ അറിഞ്ഞ അളവ്, അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ജാതിയല്ല കേട്ടോ, ബ്രാഹ്മണിക്കൽ നേച്ചർ. അതുപോലെ തന്നെ വലിയ മന്ത്രിസ്ഥാനങ്ങൾ, ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനങ്ങൾ, അതേപോലെ അതൊക്കെ വ്യാഴം അനുഗ്രഹിക്കുന്നതാണ്. അതേപോലെ കരള്, സർവകലാശാല, അപാരമായിട്ടുള്ള സ്വത്തുക്കൾ, സ്വർണം, നമുക്ക് ഇഷ്ടംപോലെ സ്വർണമുള്ളത്, ആവശ്യത്തിലധികമായിട്ടുള്ള പണം, ആവശ്യത്തിലധികമായിട്ടുള്ള സമ്പത്തുക്കൾ, ഇതെല്ലാം സന്താന ഗുണം, ഇതെല്ലാം വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദോഷമാണ് മൂത്രാശയ രോഗങ്ങൾ, ദേവശാപം, ബ്രാഹ്മണശാപം, ഈശ്വരാനുഗ്രഹ കുറവ്, പ്രകൃതിയുടെ അനുകൂലാവസ്ഥ കുറയുന്നത്. ബ്രാഹ്മണശാപം എന്ന് പറയുമ്പോൾ ഈശ്വരഭക്തിയുള്ളവരിൽ നിന്നുമുള്ള താപങ്ങൾ മേടിക്കുന്നത്, ഒരു ജാതിയിൽപ്പെട്ടവരിൽ നിന്നും മേടിക്കുന്നവരെന്നല്ല, നന്നായി സാധന ചെയ്യുന്ന ഒരാളിൽ നിന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് വേദവ്യാസ ഭഗവാനിൽ നിന്ന് നമ്മളൊരു ശാപം മേടിച്ചു കഴിഞ്ഞത് ബ്രാഹ്മണശാപമായിട്ട് കൂട്ടും, പക്ഷേ അദ്ദേഹം ഒരു ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച ആളല്ല. അപ്പം അതുപോലെ അങ്ങനെ ചിന്തിക്കണം. അപ്പം സാധകരായിട്ടുള്ള ഉപാസകരായിട്ടുള്ള തീവ്ര ഉപാസകരായിട്ടുള്ള മനുഷ്യരിൽ നിന്നും നമ്മൾ വാങ്ങിക്കൂട്ടുന്ന ശാപങ്ങൾ, ഗുരുത്വദോഷം, നന്നായി സ്നേഹിക്കുന്നവരിൽ നിന്നും വാങ്ങിക്കൂട്ടുന്ന ശാപം, നമ്മളെ നന്നായി സ്നേഹിച്ച് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അവരെ പറ്റിച്ചതിൽ നിമിത്തം വാങ്ങിച്ചു കൂട്ടുന്ന ശാപതാപങ്ങൾ, ഇതെല്ലാം വ്യാഴത്തിൻ്റെ ദോഷാവസ്ഥകൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഒരാളുടെ ജാതകത്തിൽ വ്യാഴം അനുകൂലമാണെങ്കിൽ സർവകാര്യ വിജയങ്ങൾക്കുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഒരുങ്ങും. തോൽക്കാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായാലും അതിൽ നിന്ന് കടന്നു കയറാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വരും. അല്ലെങ്കിൽ കടക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു പ്രശ്നം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതിനെ നമ്മൾ ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മളുടെ നിഷ്ഠകൾ, നമ്മുടെ മനസ്സിൻ്റെ ശാന്താവസ്ഥ, ഇന്ദ്രിയ നിഗ്രഹങ്ങൾ, ധനസമൃദ്ധി, മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആദരവ്, നമ്മളെ എല്ലാവരും തിരിച്ചറിയുന്ന കീർത്തി, ശാസ്ത്രം, ആചാരാനുഷ്ഠാനങ്ങളിൽ താല്പര്യം, സാധനയിലൊക്കെ താല്പര്യം, സ്പിരിച്വാലിറ്റിയോടൊക്കെയുള്ള ഒരു സ്നേഹം, താല്പര്യം, ഇവയെല്ലാം വ്യാഴത്തിൻ്റെ അനുകൂലമായാലുള്ള ഫലങ്ങളാണ്. വ്യാഴം അനുകൂലമല്ല എങ്കിൽ, ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വ്യാഴത്തെക്കുറിച്ച് പറഞ്ഞു, ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിപരീതമാവും. പ്രധാനമായിട്ടും ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും അങ്ങ് കുറയും. 5-ാം ഭാവത്തിൻ്റെയും 2-ാം ഭാവത്തിൻ്റെയും 9-ാം ഭാവത്തിൻ്റെയൊക്കെ കാരകനാണ് വ്യാഴം, 11-ാം ഭാവത്തിൻ്റെയൊക്കെ, അതെല്ലാം പൊളിയും. അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം അത് ശ്രദ്ധിക്കണം. അപ്പോൾ വ്യാഴം ജാതകത്തിൽ പ്രതികൂലമായിട്ടിരിക്കുന്നവരെന്തായാലും ഈശ്വര പരിഹാരങ്ങൾ ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് 6, 8, 12 നിൽക്കുന്നവർ, വ്യാഴം അതുപോലെ ശുക്രൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുന്നവർ,
വ്യാഴം കേതുവുമായിട്ടോ ഒക്കെ യോഗം ചെയ്തിട്ടുള്ളവരും, ബുധനുമായിട്ട് വ്യാഴം യോഗം ചെയ്തിട്ടുള്ളവരും, ബുധൻ്റെ രാശിയിൽ നിൽക്കുന്നവർ, അതേപോലെ വ്യാഴദശയിൽ ശുക്രൻ അപഹാരകാലം നടക്കുമ്പോൾ ശുക്രദശയിൽ വ്യാഴാപഹാരം നടക്കുന്ന കാലം, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഗോചരത്തിൽ ജന്മവ്യാഴം, മൂന്നിലെ വ്യാഴം ഇത്യാദി കാലഘട്ടങ്ങൾ നടക്കുമ്പോൾ വ്യാഴത്തിൻ്റെ വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം. പ്രധാനമായിട്ടും വിഷ്ണുഭക്തിയാണ്. ബാക്കിയുള്ള പരിഹാരങ്ങൾ നമുക്ക് നോക്കാം. വ്യാഴം ജാതകത്തിൽ പിഴച്ചാലുണ്ടല്ലോ, ഈശ്വരഭക്തിക്കുള്ള കുറവാണ് ആദ്യം വരുന്നത്. ഈവൻ ഈശ്വരഭക്തി ഉള്ളവരാണെങ്കിൽ പോലും അതിലൊരു സ്ഥിരത ഉണ്ടാവില്ല, ഒരു വെപ്രാളമായിരിക്കും. പ്രത്യേകിച്ച് 6-8-12 വ്യാഴമുള്ളവർക്ക് പൊതുവെ ഈശ്വരഭക്തി ഉണ്ടാവും, പക്ഷേ അതിലൊരു സ്ഥിരത ഉണ്ടാവില്ല, ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവും. നിങ്ങൾ ജാതകം സ്വന്തമായിട്ടൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ വ്യാഴത്തിന് ബലക്കുറവ് ജാതകത്തിലുള്ളവർക്ക് ഇച്ഛാശക്തിയും ദൃഢനിശ്ചയം ഇവ കുറവായിരിക്കും. മനസ്സിൻ്റെ ഒരു ദൃഢത, ശുഭാപ്തി വിശ്വാസം ഇതൊക്കെ കുറവായിരിക്കും. പൊതുവെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഡിപ്രഷൻ സ്റ്റേറ്റിലേക്കൊക്കെ ഇവർ വളരെ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. വക്രത്തിലുള്ള വ്യാഴത്തിനും ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് ഏത് സ്ഥലത്ത് വക്രത്തിൽ വ്യാഴം നിന്നാലും ആ നിൽക്കുന്ന ഭാവവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധികളോട്, ജീവിതത്തിലുണ്ടാവുന്ന സിറ്റുവേഷന് വ്യാഴത്തിന് പറഞ്ഞിട്ടുള്ളതിൽ നിന്നും കുറച്ചൊന്ന് മാറി എപ്പോഴും ഒരു സന്തോഷാനുഭവങ്ങൾ കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. വ്യാഴം പൊതുവെ വക്രനാവുന്നത് പൂർവ്വജന്മത്തെ കാണിക്കുന്നതും കൂടിയാണ്. പൂർവ്വജന്മത്തിലെ ഈശ്വരീയ വിഷയങ്ങളെ കാണിക്കുന്നതാണ് വ്യാഴം റെട്രോഗ്രേഡ് ആവുന്നത്. അപ്പം അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ഈ ജന്മത്തിൽ അനുഷ്ഠിച്ചോളം. പ്രധാനമായിട്ടും വിഷ്ണുപ്രീതി തന്നെയാണ്, ഗുരുപ്രീതി തന്നെയാണ് പ്രധാനമായിട്ടും. വ്യാഴം ജാതകത്തിൽ ബലഹീനതയായി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ തീവ്രമായിട്ടുള്ള പെരുമാറ്റങ്ങളും അന്ധവിശ്വാസങ്ങളും അതിനെ കൂടുതലും മുറുകെ പിടിക്കും. ഈ ശരിക്കുള്ള വിശ്വാസത്തിനേക്കാളും കൂടുതൽ അന്ധമായ വിശ്വാസത്തെ കൂടെ പിടിക്കും. അതുപോലെ തന്നെ നമ്മളുടെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കാരണം എടുത്തു ചാടിയിട്ട് ഒരുപാട് പരാജയങ്ങളിലേക്ക് ചെന്നപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. ധൂർത്ത്, കടം വാങ്ങി ബിസിനസ് ചെയ്തുള്ള പരാജയങ്ങൾ, സൃഷ്ടിപരമായിട്ടുള്ള കഴിവില്ലാതിരിക്കുക. ബുധൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സെക്കൻഡ് ഓർഡർ നോളജാണ്. ഏത് നോളജ് വേണമെങ്കിലും അക്വയർ ചെയ്തിട്ട് അതിനെ കാണാപ്പാഠം പഠിച്ച് നമ്മൾ വീണ്ടും സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കി നമ്മളൊരു കഴിവ് തെളിയിക്കും. അത് ബുധനാണ്. വ്യാഴം അങ്ങനെയല്ല. വ്യാഴന് സർഗാത്മകതയാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം, വിസ്ഡമാണ് വ്യാഴം. അപ്പം അതുണ്ടാവില്ല വ്യാഴത്തിന് ബലം കുറയുന്നവർക്ക്. അവരെപ്പോഴും അവരുടെ ഒരു ലോജിക്കൽ ബ്രെയിൻ ആയിരിക്കും കൂടുതലും വർക്ക് ചെയ്യുന്നത്. ഗട്ട് ഫീലിങ്സിനെ അധികം ശ്രദ്ധിക്കില്ല. പക്ഷെ വാസ്തവത്തിൽ ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ ഗട്ട് ഫീലിങ്സും കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് അത് ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാമല്ലോ. അതുപോലെ തന്നെ ഊർജ്ജസ്വലത കുറവായിരിക്കും. ഒരു തേജസ്സിൻ്റെ കുറവ് അവർക്കുണ്ടാവും. ഓജസ്സിൻ്റെ തേജസ്സിൻ്റെ ഒക്കെ ഒരു കുറവുണ്ടാവും. ഭാരക്കുറവ്, കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദുർബലമായിട്ടുള്ള കരൾ രോഗങ്ങൾ. ഈ 6-8-12 വ്യാഴം പോവുകയും രാഹു ഒക്കെ ബലപ്പെടുകയും ചെയ്ത് കഴിഞ്ഞാലും ഡ്രിങ്ക്സൊക്കെ ഒരുപാട് കഴിച്ചിട്ട് കരളിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ലിവർ സിറോസിസിൻ്റെ പല ഗ്രേഡുകൾ ഉള്ളവർക്കും വ്യാഴത്തെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ പാൻക്രിയാസിൻ്റെ തകരാറുകൾ, ഷുഗറിൻ്റെ ഡയബറ്റിക്സിൻ്റെ ഒരു ഹയർ ലെവല്, അല്ലെങ്കിൽ വ്യാഴം ബലക്ഷയം വരാൻ സാധ്യതയുള്ളതാണ്. ലഗ്നാൽ 6-8-12 വ്യാഴം നിൽക്കുന്നവരും, ശുക്രൻ്റെ നക്ഷത്രത്തിൽ വ്യാഴം നിൽക്കുന്നവരും, അതുപോലെ രാഹുകേതുക്കളോടുകൂടി വ്യാഴം യോഗം ചെയ്തിട്ടുള്ളവർ, അതുപോലെ ചാരവശാൽ 1, 3, 4, 6, 8, 10, 12 എന്നീ രാശികളിലൂടെ വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്ന കാലം. അതുപോലെ തന്നെ വ്യാഴം ജാതകത്തിൽ ബലക്ഷയം നീചനായിട്ടും ഒക്കെ നിൽക്കുന്നവരുടെ ദശയും അപഹാരകാലങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് പരിഹാരത്തിലേക്ക് കടക്കാം. പ്രഭാത പ്രാർത്ഥനകൾ വ്യാഴത്തിൻ്റെ കാരകത്വത്തിലുള്ളത് ചെയ്യണം. അതിനുശേഷം സ്നാനം, ഞാൻ പറഞ്ഞ പോലെ ഗംഗാ സ്നാനം, ഗംഗാചി യമുനാ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലാസ്മിൻ എന്ന് പറഞ്ഞ മന്ത്രം ജപിച്ചിട്ട് സ്നാനം ചെയ്യാം. അല്ലെങ്കിൽ ഗംഗാമന്ത്രങ്ങൾ ജപിച്ച് സ്നാനം ചെയ്യാം. ശരിക്കും ഗംഗയിൽ പോയി മുങ്ങി സ്നാനം ചെയ്യാം. വ്രതശുദ്ധിയോടുകൂടി അവിടെ പോയി അത് വേണ്ടതുപോലെ ചെയ്യാം. പുണ്യസ്ഥലങ്ങളിൽ പൂജകളും വഴിപാടുകളും നടത്തി തർപ്പണങ്ങളും ചെയ്ത് സ്നാനം ചെയ്യുന്നതും ദോഷകാലഘട്ടത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും.
അടുത്തത് ഔഷധ സ്നാനമാണ്. വ്യാഴത്തിൻ്റെ ഔഷധക്കൂട്ടുകൾ പറയാം. കുരുക്കുത്തി മുല്ലയുടെ മൊട്ട്, വെൺകടുക്, ഇരട്ടി മധുരം, വള്ളിമുല്ലയുടെ ഇല, ഇരുവേരി, പിച്ചകപ്പൂവ് എന്നിവ ഇട്ട് തിളപ്പിച്ച വെള്ളം 4-1 പറ്റിച്ച് കലശക്കുടത്തിൽ നിറച്ച് കലശം വ്യാഴത്തിൻ്റെ പദ്ധതി പ്രകാരം പൂജിച്ച് വ്യാഴദോഷമുള്ളവരിൽ അഭിഷേകം കഴിക്കുന്നതും അതിനനുസരിച്ചുള്ള ഒരു ജീവിത നിലവാരം പുലർത്തുന്നതും ഔഷധ സ്നാനം നമുക്ക് വളരെ എഫക്റ്റീവ് ആവും. അല്ലെങ്കിലും മഞ്ഞൾ 6 കഴഞ്ചെടുത്ത് ഇടിച്ച് ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് അഭിഷേകം ചെയ്യുന്നതും വളരെ വിശേഷമാണ്. വസ്ത്രധാരണം, മഞ്ഞ വസ്ത്രമാണ് പ്രധാനം. പീതാംബരപ്പട്ടെടുത്ത വിഷ്ണു എന്ന് പറയില്ല. അപ്പം അതുകൊണ്ട് തന്നെ പട്ട് വസ്ത്രങ്ങൾ ഒക്കെ ധരിക്കുന്നത്, മഞ്ഞ കളറിലെ വസ്ത്രങ്ങൾ ധരിക്കുന്നത് വ്യാഴത്തിന് പ്രീതിയാണ്. അതുപോലെ തന്നെ മഞ്ഞ തെച്ചി, മഞ്ഞ മന്ദാരം, മഞ്ഞ അരളി ഇവയൊക്കെ വ്യാഴത്തിൻ്റെ പുഷ്പങ്ങളാണ്. പൊതുവെ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങളാണ് വ്യാഴത്തിന് പ്രധാനം. വിഷ്ണുപ്രീതി ആയതുകൊണ്ട് തന്നെ തുളസിയും ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള പുഷ്പാഞ്ജലികളൊക്കെ വളരെ വിശേഷമാണ്. അടുത്തത് രത്നധാരണമാണ്. യെല്ലോ സഫയർ ആണ്. മഞ്ഞ പുഷ്യരാഗമാണ് വ്യാഴത്തിൻ്റെ രത്നം. അത് വേണ്ടതുപോലെ കണ്ട്, ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അത് നല്ലൊരു കിട്ടുകയാണെങ്കിൽ, കിട്ടുന്നത് പലതും ഒറിജിനൽ അല്ല, കിട്ടുകയാണെങ്കിൽ നല്ലത് വാങ്ങി വ്യാഴത്തിന് പറഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ വ്യാഴപൂജ ചെയ്ത് രത്നം ശുദ്ധി വരുത്തിയിട്ട് ചൂണ്ടുവിരലിലാണ് യെല്ലോ സഫയർ ഇടേണ്ടത്. അത് സ്വർണത്തിൽ കെട്ടി തന്നെ ആണ് ഇടേണ്ടതും. അപ്പോൾ അടുത്തത് യന്ത്രധാരണമാണ്. വ്യാഴത്തിൻ്റെ യന്ത്രം ഉണ്ട്, വ്യാഴഗ്രഹത്തിൻ്റെ യന്ത്രം തന്നെയുണ്ട്, അതിൻ്റെ മന്ത്രത്തിനനുസരിച്ചുള്ള യന്ത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ വൈഷ്ണവ യന്ത്രങ്ങളെല്ലാം വ്യാഴപ്രീതിക്ക് ഉപയോഗിക്കാം. സുദർശനം, വിഷ്ണു യന്ത്രങ്ങൾ പലതും, അതുപോലെ തന്നെ അഭിചാരാദി ദോഷങ്ങൾ എന്തെങ്കിലും ഏൽക്കുന്നുണ്ടെങ്കിൽ നരസിംഹ യന്ത്രം, അതേപോലെ തന്നെ സന്താന വിഷയങ്ങൾക്കാണെങ്കിൽ സന്താന ഗോപാല യന്ത്രം, അങ്ങനെയൊക്കെയുള്ള വൈഷ്ണവ യന്ത്രങ്ങളെല്ലാം വ്യാഴപ്രീതിക്ക് ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് വ്രതത്തിൻ്റെയാണ്. ഏകാദശി വ്രതമാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ വ്യാഴാഴ്ച വ്രതവും വളരെ വിശേഷമാണ്. ദിവസം വിഷ്ണുപ്രീതി വരുത്തി വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴുത് ഭഗവാന് പാൽപ്പായസവും തുളസിമാലയും അല്ലെങ്കിൽ വിഷ്ണു പൂജയോ ഒക്കെ കഴിച്ച് അവനവനെ കൊണ്ട് കഴിയുന്നത് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിശേഷമായിരിക്കും. മഞ്ഞപ്പൊടിയും ചുവന്ന പൊടിയും ചേർത്തിട്ട് ഈ കൊടുത്തിരിക്കുന്ന പോലത്തെ ഒരു പത്മമിട്ട് അതിൽ പീഠം വിരിച്ച് തൈര് ചേർത്ത നിവേദ്യമാണ് വ്യാഴത്തിന് പ്രീതി. അതും ചെയ്ത് അരയാലിൻ്റെ ചമത ഒരു ചാൺ നീളത്തിലെടുത്ത് 108, 1008, 336, 512 ഒക്കെ അവരവരുടെ കഴിവ് പോലെ ചെയ്തത്. അരയാൽ ചമതയാണ് വാസ്തവത്തിലും വ്യാഴത്തിൻ്റെ ഹോമദ്രവ്യം. പയറ്, മഞ്ഞപ്പട്ട്, മഞ്ഞ പുഷ്യരാഗം, മഞ്ഞൾ, ചണം, നാരങ്ങ, സ്വർണം, ഉപ്പ്, പഞ്ചസാര എന്നിവയാണ് വ്യാഴത്തിൻ്റെ ദാനദ്രവ്യങ്ങൾ. സ്വർണം ദാനം ചെയ്യുന്നത്, അവനവൻ്റെ ദോഷാധിക്യത്തിനനുസരിച്ച് സ്വർണം ദാനം ചെയ്യുന്നത്, തിരുപ്പതിയിലൊക്കെ സ്വർണം സമർപ്പിക്കുന്നത്, അതുപോലെ തന്നെ മഞ്ഞൾ കൊണ്ടുള്ള തുലാഭാരം നടത്തുന്നത്, മഞ്ഞൾ പറയിടുന്നത്, പയറ് കൊണ്ട് തുലാഭാരം കഴിക്കുന്നത് വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ വലിയ ദോഷങ്ങളാണെന്നുണ്ടെങ്കിൽ ഭൂദാനം പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വർണത്തിൻ്റെ വ്യാഴപ്രതിമ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ വിഷ്ണു പ്രതിമയൊക്കെ ദാനം ചെയ്യുന്നത് വിശേഷമാണ്. അത്രയും ദുരിതമുള്ളവർ അങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പം ഓരോ അസുഖങ്ങൾക്കും ഓരോന്നല്ലേ മരുന്ന്. സർജറി വേണ്ടവർക്ക് മരുന്ന് പറ്റില്ല, സർജറിക്ക് സർജറി തന്നെ വേണം. അപ്പോൾ ദോഷാധിക്യം അനുസരിച്ച് വേണ്ടത് നമ്മൾ ചെയ്തോണം കേട്ടോ. അതേപോലെ തന്നെ മന്ത്രസാധനങ്ങൾ, വൈദിക മന്ത്രങ്ങളുണ്ട്, താന്ത്രിക മന്ത്രങ്ങളുണ്ട്. ഓം വ്യാഴായ നമ അല്ലെങ്കിൽ ഓം ഗുരുവേ നമ, ഓം ബൃഹസ്പതിയേ നമ എന്നൊക്കെ പറയുന്ന മന്ത്രങ്ങൾ നിത്യേന ജപിക്കുന്നത് വ്യാഴപ്രീതിക്ക് വളരെ നല്ലതാണ്. ദശമഹാവിദ്യകളിൽ ശ്രീ താരാഭഗവതിയാണ് വ്യാഴത്തിൻ്റെ അതിദേവത. അപ്പോൾ താരാസ്തോത്രം ജപിക്കുന്നത് വളരെ വിശേഷമാണ്. ഈശ്വരീയ ഗ്രന്ഥങ്ങളൊക്കെ ദാനം ചെയ്യുന്നതും അതേപോലെ ഈശ്വര പാരായണങ്ങൾ ചെയ്യുന്നതും പഞ്ചമഹായജ്ഞങ്ങൾ ആചരിക്കുന്നതും മൊത്തത്തിൽ ധാർമ്മികമായിട്ട് ജീവിച്ചാൽ വ്യാഴം അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്യും. ഇത്രയൊക്കെ പരിഹാരങ്ങളും ചെയ്ത് ജാതകത്തിൽ 6, 8, 12 വ്യാഴം നിൽക്കുന്നവർ ഈ പരിഹാരത്തോടൊപ്പം ജീവിത രീതിയും കൂടി ഒന്ന് മാറ്റണം. അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. വ്യാഴദശാകാലത്ത് വിഷ്ണു പൂജയും
ചക്രാബ്ജ പൂജകളും അതുപോലെ തന്നെ പിതൃക്രിയകളും വിഷ്ണു ക്ഷേത്ര ദർശനങ്ങളും വിഷ്ണു ക്ഷേത്രത്തിൽ സുഹൃത ഹോമങ്ങളും തിലഹോമങ്ങളും ഗായത്രി ഹോമങ്ങളും ഗായത്രി ജപവും എല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ജീവിത രീതിയും കൂടെ കുറേയൊക്കെ ഒന്ന് മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു അനുഗ്രഹ കലകൾ നമ്മളിലേക്ക് വരത്തുള്ളൂ. അപ്പം നമുക്കതുകൂടെ നോക്കാം. ഈശ്വര വിശ്വാസത്തോടു കൂടി നല്ല സ്പിരിച്വലായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് 6-8-12 നിൽക്കുന്നവരുടെയും അതേപോലെ തന്നെ വ്യാഴം ബലമില്ലാത്തവരുടെയും വ്യാഴദശാകാലത്തിനുള്ളവരുടെയും പ്രധാന കാര്യം. വിശ്വാസം ഇച്ചിരി കുറഞ്ഞാലും കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നില്ലെങ്കിലും ആ ഒരു ഈശ്വര സമർപ്പണത്തോടു കൂടിയിട്ടുള്ള ഒരു ജീവിതമാണ് പ്രധാനം. ഈശ്വര വിശ്വാസത്തോടു കൂടിയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുമുള്ള ജീവിതം, കുടുംബത്തിൻ്റെ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളും അവരവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളും കാലദേശങ്ങൾക്കനുസരിച്ചുള്ള ആചാര അനുഷ്ഠാനങ്ങളെയും അവരവരുടെ രീതികൾക്കനുസരിച്ച് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുക എന്നുള്ളതും വ്യാഴദശാകാലത്തിലെ അല്ലെങ്കിൽ വ്യാഴം ജാതകത്തിൽ ബലം കുറഞ്ഞവർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ഭൗതികപരമായിട്ടും ഒക്കെയുള്ള ഉയർച്ചകൾ ഈശ്വരൻ അനുഗ്രഹിച്ച് തരികയുള്ളൂ. അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഒരുങ്ങിക്കിട്ടുകയുള്ളൂ. ഉന്നതമായിട്ടുള്ള മൂല്യങ്ങൾ ഊന്നിക്കൊണ്ട് വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. പ്രത്യേകിച്ച് എല്ലാ ബന്ധങ്ങളിലും റിയലായിരിക്കണം, ലോയലായിരിക്കണം, അതുപോലെ തന്നെ ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. നമ്മൾ ആ ഒരു ക്ലാസ് ഹ്യൂമൻ ബീയിങ് ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അതൊക്കെ വ്യാഴത്തിന് പ്രീതി നൽകുന്ന, വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തിന് നമുക്ക് കാരണമാകുന്നതാണ്. വ്യാഴം അനുഗ്രഹിക്കാൻ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ടത്. പരസ്പര സൗഹൃദങ്ങൾ, സാമൂഹ്യ സേവനങ്ങൾ, അതുപോലെ തന്നെ അവർ സന്താനങ്ങളെയും, കൊച്ചുകുട്ടികളൊക്കെ വ്യാഴത്തിൻ്റെ കാരകത്വം. അപ്പം കൊച്ചുകുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കൽ, സ്വന്തം സന്താനങ്ങളെ നന്നായിട്ട് സ്നേഹിക്കുന്നത്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, അവരുടെ നിഷ്കളങ്കതയിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് സ്ട്രെസ് ഇല്ലാതെ ജീവിക്കേണ്ടതെന്ന് പഠിക്കുന്നത്, അതുപോലെ തന്നെ കഴിവിനപ്പുറം വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുക എന്നുള്ളതും വ്യാഴത്തിൻ്റെ. പറഞ്ഞു പറ്റിക്കരുത്. വ്യാഴം ദൈവാധീനം മറഞ്ഞു പോകും. ഏറ്റവും വലിയ ശാപം അത്, നമ്മൾ ആശ കൊടുത്തിട്ട് നശിപ്പിച്ച് കളയുന്നത്. അപ്പം ഇമോഷണൽ ഹൈജാക്കിംഗ് ആണ്. അത് ചെയ്യരുത്. ദൈവാധീനം മറഞ്ഞു പോകും. അത് അമിതവ്യയം, ധൂർത്ത്, കടം വാങ്ങിയുള്ള കച്ചവടങ്ങൾ, എടുത്തുചാട്ടം, ഇതൊന്നും വ്യാഴം 6-8-12 പോകുന്നവർക്കും, വ്യാഴം നീചനാവുന്നവർക്കും, വ്യാഴം ശത്രുക്ഷേത്രത്തിൽ ശത്രുവിൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുന്നവർക്കും ഒന്നും പാടുള്ളതല്ല. ഊഹക്കച്ചവടം, കടം വാങ്ങി കച്ചവടം ചെയ്യുന്നത്, ധൂർത്ത്, നിരീശ്വരവാദം, ഈശ്വര നിഷേധം, നമ്മൾ അംഗീകരിച്ചില്ലേലും അതിനെ നിന്ദിക്കുന്നത്, അതുപോലെ തന്നെ ഗോസിപ്സുകൾ, കിറ്റി പാർട്ടികൾ, അതേപോലെ പബ്ബുകൾ, അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നിശാ ക്ലബ്ബുകൾ, ഇങ്ങനെയൊക്കെ പോയിട്ട് ദൂർത്തടിച്ച് പൈസ കളയുന്നത്, ഇതൊക്കെ ദൈവാധീനക്ഷതം ഉണ്ടാക്കും. ചുരുക്കി പറഞ്ഞാൽ സ്വാത്വികമായിട്ടൊരു ജീവിത രീതി പുലർത്തുക, മതപരവും സ്വാത്വികപരമായിട്ടുമുള്ള ഒരു ജീവിതശൈലി, ലളിതമായ ഒരു ജീവിതശൈലി, ലളിതമായ ഒരു ഭക്ഷണശൈലി, നമ്മുടെ ലളിതമായിട്ടുള്ളൊരു ജീവിതശൈലി മൊത്തത്തിൽ പുലർത്തുക എന്നുള്ളതാണ് വ്യാഴത്തിൻ്റെ ഏറ്റവും നല്ലൊരു ജീവിത രീതി. വ്യാഴത്തിൻ്റെ ദശാപഹാരകാലങ്ങളും അതുപോലെ തന്നെ വ്യാഴം ജാതകത്തിൽ പിഴച്ചവരും ആചരിക്കേണ്ടത്. അതിനൊരുപാട് മാർഗങ്ങളുണ്ടല്ലോ. പ്രാർത്ഥനയുണ്ട്, ഉപാസനാ മാർഗങ്ങളുണ്ട്, ധ്യാനമുണ്ട്, ജപമുണ്ട്, ക്ഷേത്ര ദർശനങ്ങളുണ്ട്, വഴിപാട് കഴിക്കലുണ്ട്, മറ്റുള്ളവരെ ഈശ്വരകാര്യങ്ങളിലേക്ക് നമ്മൾ കൈപിടിച്ച് കൊണ്ടുവരുന്നുണ്ട്, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ഈശ്വരീയ വിഷയങ്ങളിലേക്ക് നമ്മൾ കടത്തിക്കൊണ്ട് പോകുന്നതുണ്ട്. ക്ഷേത്രത്തിൽ അവർക്ക് വേണ്ടി വഴിപാട് കഴിക്കാം, മറ്റുള്ളവരെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാം, മറ്റുള്ളവരെ സഹായിക്കാം. ഇതെല്ലാം വ്യാഴപ്രീതിയാണ്. തീർത്ഥാടനം, ക്ഷേത്ര ദർശനം, ദൂരോട്ടുള്ള അമ്പലങ്ങളിലൊക്കെ പോകൽ, ഇതെല്ലാം വിശേഷമായിട്ടുള്ള വ്യാഴപ്രീതിയാണ്. ഓരോ രാശിയിലും വ്യാഴം നിൽക്കുന്നതനുസരിച്ച് അതിന് വേണ്ട പരിഹാരങ്ങൾ കൃത്യമായിട്ട് ഏതാണ് വേണ്ടതെന്നുള്ളത് ഒരു ഉത്തമനായിട്ടുള്ള ആചാര്യനായിരിക്കുന്ന ഒരു ജ്യോതിഷ്യരെടുത്ത് ചോദിച്ചിട്ട് അതിന് വേണ്ട പരിഹാര നിർദ്ദേശങ്ങളും വെച്ച് നിങ്ങൾ നിത്യേന ഈശ്വരകാര്യങ്ങൾ ചെയ്തു പോവുക. വിഷ്ണുപ്രീതിയാണ് പ്രധാനമായിട്ടും വ്യാഴപ്രീതിക്ക് വേണ്ടത്. പിന്നെ നവഗ്രഹങ്ങളിൽ ഗുരുവിൻ്റെ പ്രീതി വേണം. പിന്നെ എല്ലാം സർവേശ്വര കാരകത്വം ഉള്ളതുകൊണ്ട് ഇഷ്ടദേവതയെയും പരദേവതയെയും കുടുംബദേവതയും ഒക്കെ ആശ്രയിച്ച് പോയാൽ തന്നെ അതിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഗ്രഹത്തിൻ്റെ പരിഹാരവുമായിട്ട് കാണാം.
വ്യാഴം ഒരു ഗംഭീര പ്ലാനറ്റാണ്. ഈ ഒരു ഗ്രഹം നിങ്ങളെ അനുഗ്രഹിച്ചാൽ മറ്റേത് ഗ്രഹം പഴച്ചാലും ഈ ജീവിതം എങ്ങനെങ്കിലുമൊക്കെ ഉന്തിക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റും. അത് ഉറപ്പാണ്. ദൈവാധീനവും ഭാഗ്യവുമാണ് ഏറ്റവും വലുത്. അതാണ് നമുക്ക് മനസ്സമാധാനം നൽകുന്നത്. 5-ാം ഭാവത്തിൻ്റെ കാരകനാണ്. കാരകൻ അനുഗ്രഹിച്ചാൽ ആ ഭാവത്തിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. നമസ്കാരം.